സുരേഷ് സർ, H1B വിസ നിറയെ ആശങ്കകളാണ് പലർക്കും. ഇത് എങ്ങനെ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട സാഹചര്യമുണ്ടോ എന്നൊക്കെ. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നുള്ള ഒട്ടനേകം കമ്പനികളും അല്ലെങ്കിൽ ആളുകളും ഒക്കെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പഠനം കഴിഞ്ഞതിന് ശേഷം പോലും അവരുടെ തുടക്കം H1B വിസയിൽ അമേരിക്കയിൽ ആരംഭിച്ചവരുണ്ട്. അവരിലൊക്കെ നിറയെ ആശങ്ക പടരുന്നുണ്ട്. H1B വിസ കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമുണ്ടോ? ഈ ഇതിന് സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ ഒരു പർട്ടിക്കുലർ പ്ലാൻ അനൗൺസ് ചെയ്തപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ അപ്ലിക്കേഷൻ സൈൻ ചെയ്തപ്പോൾ, അമെൻമെന്റ് സൈൻ ചെയ്തപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞത് $1,00,000 എന്നാണ്. അപ്പോൾ അവരുടെ കോമേഴ്സ് സെക്രട്ടറി അതിനെയും കയറി പിടിച്ച് പറഞ്ഞു, ഇതിന് ഈച്ച് ടൈം ഓരോ പ്രാവശ്യം ഇതിന് കാശ് കെട്ടേണ്ട വരും. പക്ഷെ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് H1B വിസ ഇപ്പോൾ അമേരിക്കയിലുള്ള ഇപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുള്ള H1B വിസക്കാർക്ക് ഒരു പേടിയും വേണ്ട, ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. പക്ഷെ വരാൻ പോകുന്ന ആൾക്കാർ, H1B വിസ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനികൾക്ക് ഈ എംപ്ലോയിയെ അവിടെ ജോലിക്ക് എടുക്കണമെങ്കിൽ ഓൺ സൈറ്റിൽ അവർ $1,00,000 കെട്ടണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ H1B വിസ എന്നുള്ളത്. ആദ്യത്തെ കമ്പനികൾ പറയുന്നത് അമേരിക്കയിൽ അങ്ങനെ ഒരു ടാലന്റ് ഇല്ല, ഞങ്ങൾക്ക് വേണ്ട ഒരു സ്കിൽ, ഫോർ എക്സാമ്പിൾ അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരിക്കാം, മെഷീൻ ലേണിംഗ് ആയിരിക്കാം. വിത്തിൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങേറ്റത്തെ ഹൈ ആൻഡ് സ്കില്ലുള്ള ആൾക്കാർ വേണം. അതൊരു IITയോ ബിറ്റ്സ് പിലാനിയിൽ പഠിച്ച പയ്യനോ അല്ലെങ്കിൽ പെൺകുട്ടിയോ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. അവർ മാത്രമല്ല, എല്ലാവർക്കും ചാൻസ് ഉണ്ട്. പക്ഷെ അവർ നല്ലൊരു സ്കിൽ, ഒരു 10 കൊല്ലം വർക്ക് ചെയ്ത് കിട്ടിയ ഒരു സ്കില്ലാണ് അവരുടെ കയ്യിൽ. കാരണം പുതിയതായിട്ട് എടുത്ത ആൾക്കാരുണ്ടായിരുന്നു. ആ സ്കിൽ അമേരിക്കയിൽ അവൈലബിൾ അല്ല. ആ സ്കില്ലുള്ളത് ഈ പറഞ്ഞ മാതിരി ഇന്ത്യക്കാർ, ചൈനയിൽ നിന്നുള്ള ആൾക്കാർ, പിന്നെ ബാക്കി കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, ഒരു യങ്സ്റ്റേഴ്സിനാണ് ആ സ്കില്ലുള്ളത്. അപ്പോൾ അവരെ ഞങ്ങൾ അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു H1B വിസ എടുക്കേണ്ടി വരുന്നതാണ് കമ്പനികൾ പറയുക. ഒരു H1B വിസ എന്നുള്ളൊരു പെറ്റീഷനാണ് ഫയൽ ചെയ്യാറ്. ഞങ്ങൾക്ക് ഈ എംപ്ലോയിയെ കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ ഒരു ആർഗ്യുമെന്റ്, അത് യൂഷ്വലി ലീഗൽ ആൾക്കാരാണ് ഹാൻഡിൽ ചെയ്യുക. ഈ വക്കീലന്മാർ, അഡ്വക്കേറ്റ്സ് ആണ് ഹാൻഡിൽ ചെയ്യുക. ഇമിഗ്രേഷൻ അറ്റോർണീസ് എന്ന് പറയുന്നത്. അവര് ആർഗ്യൂ ചെയ്യാൻ പോണത് ഇങ്ങനെ ഒരു സ്കിൽ അമേരിക്കയിലില്ല. അപ്പൊ അവിടുത്തെ ഒരു ആൾ പറയും, ഇല്ല, ഇങ്ങനത്തെ സ്കിൽ അവിടെ ഉണ്ട്, ഇല്ല എന്ന് കാണിച്ചു കൊടുക്കുക, പിന്നെ ഇവരുടെ ഒരു പണിയാണ്. അങ്ങനെയാണ് H1B. ഇതിനു മുമ്പ് H1B ഇഷ്യൂ ചെയ്ത ഒരു ലോട്ടറി സിസ്റ്റത്തിലായിരുന്നു. കുറെ ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്ലൈ ചെയ്യും, അതിലൊരു 50,000 പേർക്ക് ലോട്ടറി എടുത്തിട്ട് കൊടുക്കും. പക്ഷെ ഇപ്പോ പ്രസിഡന്റ് ട്രംപ് വന്നപ്പോൾ തുടങ്ങിയ ഒരു പരിപാടി എന്താണ്, സ്കിൽഡ് ആയിരിക്കണം ഇവര്, നല്ല ഹൈ സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കണം, എന്നാലേ അവരെടുക്കുള്ളൂ. ഇതിൽ നമ്മുടെ ആൾക്കാരും തെറ്റുണ്ട്, തെറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഞങ്ങൾ ഈ തെലുഗു സ്പീക്കിംഗ് സ്റ്റേറ്റ്സ് പറയും, ആന്ധ്രയും തെലങ്കാനയും എന്നാണ് മാക്സിമം നമ്പർ H1B വിസ ആൾക്കാർ പോകുന്നത്. അതിൽ കുറെ പേര് അവിടെ എത്തിയിട്ട് പഠിപ്പ് കഴിഞ്ഞിട്ട് 2 വർഷത്തെ OPT എന്ന് പറഞ്ഞ ഒരു ഓപ്ഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട് അവർക്ക്, അതെടുക്കും. കാരണം അതിലൊരു സ്കിൽ അക്വയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മെഷീൻ ലേണിംഗിൽ കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ റോബോട്ടിക്സിൽ കയറിയിട്ട് അതിൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് സ്കില്ല് കിട്ടണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവർ 2 കൊല്ലം അവിടെ വർക്ക് ചെയ്തിട്ട് അതേ കമ്പനിയോ അല്ലെങ്കിൽ വേറെ ഏതോ കമ്പനിയിൽ കയറിയിട്ട് H1B അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ H1B വിസ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ അല്ല അപ്ലൈ ചെയ്യുന്നത്, ഇത് അപ്ലൈ ചെയ്യുന്നത് ആ കമ്പനികളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ വേറൊരു ഒരു പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഇൻഫോസിസിന്റെ H1B എംപ്ലോയി ആയി കയറി പോകണം. ഇൻഫോസിസ് എന്നെ US കൊണ്ടുപോയി H1B എടുത്തിട്ട് അവരതിനുള്ള ഇപ്പോഴുള്ള $5,000 അല്ലെങ്കിൽ ചിലപ്പോൾ $15,000 ഫീസ് കെട്ടേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് അതിനാണ് ഇപ്പോൾ ട്രംപ് $1,00,000 ആക്കിയത്. ഈ ഫീസ് കെട്ടുമ്പോൾ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു 6 മാസം ഇൻഫോസിസിൽ വർക്ക് ചെയ്ത് ഞാൻ അവിടെ നിന്ന് മുങ്ങും, വേറൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യും. ഇതൊരു പ്രോബ്ലം ആണ് ഉള്ളത്. ഈ പ്രോബ്ലം എന്താണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതൊരു ഒഫീഷ്യൽ ഇൻഫോസിസിന് ഞാൻ വർക്ക് ചെയ്യാന്ന് എവിടെയും ഞാൻ ഗ്യാരണ്ടി കൊടുത്തിട്ടില്ല. ഒരിക്കൽ H1B വിസ എടുത്തു കഴിഞ്ഞാൽ അത് എൻ്റെ പേരിലാണ്, പിന്നെ എനിക്ക് എവിടെ വേണമെങ്കിൽ പോവാം. അപ്പൊ അതൊരു മിസ്യൂസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് മിസ്യൂസ് എന്താണ്, ഈ ഒരു അമേരിക്കക്കാരന് ഇതേ ശമ്പളത്തിൽ എടുക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരു $1,20,000 അല്ലെങ്കിൽ $1,30,000 സാലറി കൊടുക്കേണ്ട ഒരു കൊല്ലത്തേക്ക്. അതേ സമയത്ത് ഒരു ഇന്ത്യക്കാരന് എടുക്കുമ്പോൾ അവരൊരു 60,000 70,000 ചിലപ്പോൾ $1,00,000 ശമ്പളം കൊടുക്കുക. ഇത് ശരിക്കും ഇല്ലീഗലാണ്. ബിക്കോസ് അതിലൊരു ഇക്വലൻസ് വരണം എന്നാ പറയാ അവര്. പക്ഷെ കാശ് ലാഭിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ കമ്പനികൾ നമ്മുടെ ഇന്ത്യൻ എംപ്ലോയീസിന് എടുക്കുന്നത് കുറച്ച് ശമ്പളത്തിനാണ്. അതാണ് അവർ ലാഭം വരുന്നത്. അല്ലാണ്ട് വേറെ എവിടെ നിന്ന് അവർക്കൊരു ലാഭം ഉണ്ടാക്കാനുള്ള ഒരു വഴിയില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ടോപ്പ്
ഈ പറഞ്ഞ മാതിരി ഏറ്റവും കൂടുതൽ വിസ അപ്ലൈ ചെയ്യുന്ന കമ്പനികളിൽ നമ്മൾ കാണുന്നത് കുറേ അമേരിക്കൻ കമ്പനികളാണ്. അതിൽ നമുക്ക് മെറ്റേനെ കാണാം, ആമസോണിനെ കാണാം. അങ്ങനെ കുറേ അമേരിക്കൻ കമ്പനികളാണ് ഇതിൽ ടോപ്പ് ഓഫ് ദ ലൈനിലുള്ളത്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ മുമ്പിലുള്ള ഡാറ്റ പ്രകാരം ആമസോൺ ആണ് നമ്പർ 1, ടാറ്റ കൺസൾട്ടൻസി TCS ആണ് രണ്ടാമത്തത്, മൈക്രോസോഫ്റ്റ് ആണ് മൂന്നാമത്തത്, മെറ്റ പ്ലാറ്റ്ഫോം ദാറ്റ് ഇസ് നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം അവരാണ് നാലാമത്തത്, ആപ്പിൾ ആണ് അഞ്ചാമത്തത്, ഗൂഗിൾ, പിന്നെ കോഗ്നിസന്റ് ടെക്നിക്കലി ഒരു അമേരിക്കൻ കമ്പനിയാണ്, JP Morgan Chase അമേരിക്കൻ കമ്പനിയാണ്, വാൾമാർട്ട് അവിടുത്തെ റീറ്റെയിൽ ചെയിൻ ആണ്, അവർ ഡെലോയിറ്റ്. അപ്പൊ ഇതിൽ ലാസ്റ്റ് ഇയർ ദാറ്റ് 2024 ടോപ്പ് സ്പോൺസേഴ്സ് ഓഫ് H1B വിസയിൽ ഒരു ഇന്ത്യൻ കമ്പനിയേ ഉള്ളൂ, TCS. ബാക്കി എല്ലാവരും പുറത്തുനിന്നുള്ള അമേരിക്കൻ കമ്പനികളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കറിയാം ഇവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കാൻ വന്ന യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്ത സ്കില്ലുള്ളവരെ ഞങ്ങൾ എടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ നഷ്ടം ആർക്കാണ് ഉണ്ടാവാൻ പോകുന്നത്? നഷ്ടം അമേരിക്കയ്ക്ക് തന്നെ ഉണ്ടാവാൻ പോകുന്നത്. ഇവര് നാളെ ഫ്യൂച്ചർ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല, ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് H1B വിസ എടുക്കുമ്പോൾ $1 ലക്ഷം കെട്ടണമെങ്കിൽ അമേരിക്കൻ കമ്പനിയായ ഈ 9 കമ്പനികളും പറയും അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇന്ത്യയിൽ തന്നെ തുടങ്ങാം. ഈ പറഞ്ഞ 9 കമ്പനികളും ഹൈദരാബാദിലുണ്ട്, വലിയ വലിയ ക്യാമ്പസ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിനെ കണ്ട് ഒരു മാസം മുമ്പ് എടുത്ത സ്റ്റെപ്പാണ് മൈക്രോസോഫ്റ്റ്. ഹൈദരാബാദിലാണ് മൈക്രോസോഫ്റ്റിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ് സെന്റർ. 10-15 കൊല്ലം മുമ്പ് തുടങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഒരു 20,000 തൊട്ട് 40,000 പേര് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഡബിളും 3 ഷിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ 50,000 പേരെന്ന് പറയാം. വളരെ വലിയ ക്യാമ്പസാണ്, ഏക്കർ കണക്കിനുള്ളത്. ഹൈടെക് സിറ്റിയുടെ ഗച്ചിബോലി ഏരിയ എന്ന് പറയും, ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്. അവര് ഒരു മാസം മുമ്പ് ഇവരുടെ ബിൽഡിങ്ങിന്റെ തൊട്ടടുത്ത് വലിയൊരു കോംപ്ലക്സ് വന്നു. ഒരു 16 നിലയുള്ള കോംപ്ലക്സിൽ 2 ലക്ഷം സ്ക്വയർ ഫീറ്റ് 2 ഫ്ലോർ ആയിട്ട് എടുത്തു. ഓരോ ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഓരോ ഫ്ലോർ. അതിന്റെ അർത്ഥം എന്താണ്? അവരവിടെ മിനിമം ഒരു 10-15,000 എംപ്ലോയീസിനെ അതിൽ കയറ്റുവരും, അതിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ മൈക്രോസോഫ്റ്റ് തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ആദ്യം തന്നെ. ഈ ഉള്ള വിസ ഉള്ള ആൾക്കാർ അവരുടെ വിസക്കാലം കഴിയുമ്പോൾ അതിലൊരു 25% പേര് അവർ റീറ്റെയിൻ ചെയ്യും, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ അവർ ഇന്ത്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കും. ചിലർക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഇഷ്ടമില്ലാത്തവർക്ക് അവർ നിയർ ഷോർ എന്ന് പറയും. നിയർ ഷോർ എന്ന് പറഞ്ഞാൽ ഒന്നല്ലോ കാനഡ അല്ലെങ്കിൽ മെക്സിക്കോ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് അവർ ഓപ്ഷൻ കൊടുക്കും. അപ്പോൾ അവർ അങ്ങോട്ട് മാറാൻ തയ്യാറാവും. ചിലർക്ക് ഇന്ത്യക്ക് വരാൻ ഇഷ്ടം ഉണ്ടാവില്ല, അവരൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ലീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്വാളിറ്റി ഓഫ് ലൈഫ് അവർക്ക് ഇന്ത്യയിൽ കിട്ടില്ല എന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ തന്നെ കണ്ടു ഹൈദരാബാദിൽ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ മാറി തുടങ്ങി. ഇന്നലെ വൈകുന്നേരം തൊട്ട് ആർ യു കമ്മിങ് ബാക്ക് ഓൺ H1B വിസ റിജക്ഷൻ, ഞങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ വീടുകളുണ്ട്, ഇങ്ങനെ അമേരിക്കൻ സ്റ്റൈലിലുള്ള നിങ്ങൾ അവിടെ താമസിച്ച അതേ ക്വാളിറ്റി ഓഫ് ലൈഫിന് വേണ്ടിയിട്ടുള്ള വീടുകൾ ഉണ്ടെന്നിട്ട് ഇന്നലെ വൈകുന്നേരം തൊട്ട് തന്നെ പരസ്യങ്ങൾ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ ഇതിനൊരു ലോങ് ടേമും ഷോർട്ട് ടേമും നോക്കേണ്ട 2 കാര്യങ്ങളുണ്ട് നീതു. ഇതിൽ ഒന്ന് ഷോർട്ട് ടേമിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ അവിടെ നിന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്ന യങ്സ്റ്റേഴ്സിന് H1B വിസയിൽ പോകാൻ പറ്റില്ല. $1 ലക്ഷം എന്ന് തന്നെ 88 ലക്ഷം റുപ്യാണ് ഒരു കൊല്ലത്തേക്ക്. അത് ഏത് കമ്പനിയും കൊടുക്കും. അങ്ങേറ്റത്തെ എക്സ്ട്രോർഡിനറി ടാലന്റ് ഉള്ള യങ്സ്റ്റേഴ്സിനാണെങ്കിൽ അവരെ കാശ് കൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അതിനെക്കാട്ടും നല്ലത് ആ ശമ്പളത്തിന്റെ ഒരു 10% 20% കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഇന്ത്യയിലോ യൂറോപ്പിലോ നിർത്താം. പിന്നെ ഈ വർക്ക് ചെയ്യണത് അവര് ഫോർ എക്സാമ്പിൾ ആപ്പിളിൽ ചെയ്യണ വർക്ക് ആപ്പിള് US വിൽക്കാനല്ല, അവർക്ക് ലോകത്തിലെ എല്ലാ സ്ഥലത്തും മാർക്കറ്റ് ഉണ്ട്. അതേമാതിരി JP Morgan ഇപ്പൊ ആപ്പിളിന്റെ ഹൈദരാബാദ് ഓഫീസ് വളരെ വലിയ ഓഫീസാണ്, കുറെ ആയിരക്കണക്കിന് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അവരത് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട്. അവർക്ക് ഓൾറെഡി അവർ അഡീഷണൽ എക്സ്പാൻഷന് പോകുന്നുണ്ടെന്നിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. JP Morgan Chase അവരുടെയും വലിയൊരു ഓഫീസ് അവിടെ ഉണ്ട് ഹൈദരാബാദിൽ. ബാംഗ്ലൂർ ഉണ്ടാവും ഇതേമാതിരി. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഇനി ഇവരെ കുറെ വർക്ക് ഇവർ ഇന്ത്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതിന്റെ കാരണം വേറെ ഒന്നല്ല, ടാലന്റ് അവിടെയാണ് കമ്പനികൾ പോവുക. അതാണ് ഇംഗ്ലീഷിൽ പറയും കമ്പനീസ് വിൽ ഗോ വേർ ടാലന്റ് എക്സിസ്റ്റ്. ചൈന ആവാം, യൂറോപ്പ് ആവാം, പോളണ്ട് ആവാം, എവിടെയാണ് ടാലന്റ് എല്ലാം അങ്ങോട്ട് പോകും. നമ്മുടെ ഒരു സയന്റിഫിക് സ്റ്റെം എന്ന് പറയും, സയന്റിഫിക് STEM, എഞ്ചിനീയറിംഗ് മെഡിസിൻ സയൻസ് ടെക്നോളജി മാനേജ്മെന്റ്, അങ്ങനത്തെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് ഒന്നിലോ ടോപ്പ് ഓഫ് ദ ലൈൻ കോളേജിൽ പഠിച്ച സ്റ്റുഡൻസ് നല്ല പ്രോസ്പെക്ട്സ് ഇതുവരെ ഉണ്ടായിരുന്നു. അവർ H1B അല്ലാണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഗ്രീൻ കാർഡിന് അപ്ലൈ ചെയ്യും. ഗ്രീൻ കാർഡിന് ഒരു 10-15 കൊല്ലം വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് ഇത്
ഒരു അമേരിക്കൻ ഡ്രീമിന്റെ അവസാനമല്ല. ഇത് ഭാരതത്തിലേക്ക് മാറിക്കഴിഞ്ഞാലും ഇതേ യങ്സ്റ്റേഴ്സ്, ഇതേ ആൾക്കാർക്ക് എവിടെയും അതേമാതിരി ജോലി തുടങ്ങും. പക്ഷെ US നിന്നാണ് ശരിക്കും നഷ്ടം. അതാണ് ഞാൻ ഷോർട്ട് ടേം പറഞ്ഞു, പിന്നെ ലോങ് ടേമിലേക്ക് കിടക്കണം. എന്നാൽ നമ്മളൊരു 10 കൊല്ലത്തേക്കുള്ള ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇതിന്റെ നഷ്ടക്കച്ചവടം മൊത്തം അമേരിക്കയ്ക്ക് വരാൻ പോകുന്നത്. അത് ഓൾറെഡി ഇന്നലെ തന്നെ കുറെ കമ്പനികൾ പറഞ്ഞു തുടങ്ങി. ഇതിന്റെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പ്രോഡക്റ്റുകൾ ഇറക്കാനുള്ള കപ്പാസിറ്റി US നഷ്ടപ്പെടും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു സർവീസസ് എക്കോണമിയാണ്. നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. നമ്മളൊരു ഐപാഡോ ഐപോഡോ അല്ല അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ല ഇതുവരെ. അതേതായാലും നിവിഡിയ ചിപ്സ് ആയാലും ഏതായാലും നമ്മൾ സർവീസസ് ആണ്. നമ്മളവിടെ ഒരു ഡെറഗേറ്ററി ആയിട്ടൊരു ടേം യൂസ് ചെയ്യും. ശരിക്കും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല വാക്ക്, പക്ഷെ ചിലർ പറയും സൈബർ കൂലികളാണെന്ന് പറയും. നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ സൈബർ കൂലികളല്ല, എന്നാലും പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു ലോ എൻഡ് വർക്കാണ്, ചെയ്യാൻ പാടില്ല എന്ന് എൻ്റെയും കാഴ്ചപ്പാട് അതാണ്. നമ്മൾ ഹൈ എൻഡ് വർക്കിലേക്ക് കിടക്കേണ്ട സമയമായി. അതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ കുറേ യങ്സ്റ്റേഴ്സിന് ഇപ്പോൾ അവിടുന്ന് പാസ്സായി വരുന്നവർക്ക് കുറേ പേർക്ക് ജോലി കിട്ടില്ല. ഇപ്പൊ തന്നെ 10-60% അല്ലെങ്കിൽ 70% കുട്ടികൾ ഇൻഡസ്ട്രി സ്കിൽസ് ഇല്ല അവർക്ക്. അവർ ഈ പഠിച്ചു വരുന്നതല്ല ഇൻഡസ്ട്രിക്ക് വേണ്ടത്. അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം. ഈ പഠിച്ചു വരുന്ന സ്കില്ല് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇൻഡസ്ട്രി പറയും നിങ്ങൾക്ക് ജോലി ഇല്ല. അപ്പൊ ഇവരെ ഹയർ സ്കില്ലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ H1B മാർക്ക്, ഇപ്പൊ H1Bയുടെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നില്ല. ഇവർക്ക് തന്നെ ജോലി കിട്ടുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ല. യെസ്, എന്തായാലും H1B വിസയിൽ നിന്നും റിജക്ഷൻ നേരിട്ട് ഇന്ത്യയിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ അങ്ങനെ വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എന്നതാണ് ഇന്ത്യയുടെ വലിയ വാതായനങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ തുറന്നിടുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ കമ്പനികൾ കഴിവുള്ളവരെ തേടി ഇന്ത്യയിലേക്ക് എത്തുമെന്ന് വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.